ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലത്തെ അടിപൊളി വ്ലോഗുമായിട്ടാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഷാർജയിലുള്ള അബുഷഹറയിലാണേ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ യാത്ര ദുബായിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ഡബിൾ ഡെക്കർ ബസ്സിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബസ്സിൻ്റെ ടോപ്പ് സീറ്റിലാണ് കേട്ടോ നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ എന്താ പറയുക, മേലെ നിന്നുള്ള കാഴ്ച നല്ല വ്യൂ ആയിട്ട് ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സാണ്. അപ്പോൾ അതിൽ നല്ല പോലെ നമുക്കിങ്ങനെ വ്യൂ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ യാത്രയ്ക്ക് ശേഷം നമ്മളിതേ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ദുബായിലെത്തിയതിന് ശേഷം നമ്മളിതേ കുറച്ചുകൂടെ പോകാനുണ്ട് നമുക്ക് മുന്നോട്ടേക്ക്. അതും നല്ല ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിലായതുകൊണ്ട് നമുക്കിങ്ങനെ നടന്നു പോയാലും നമുക്കിങ്ങനെ താഴത്തെ എല്ലാ സ്ഥലങ്ങളും എല്ലാം നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റും. നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ്സിലൂടെ താഴെ നോക്കുമ്പോൾ നമുക്ക് ഈ താഴത്തെ കണ്ട ഒരുപാട് കാഴ്ചകളുണ്ട്. നേരെ ബുർജ് ഖലീഫിനെ ആ ഗ്ലാസ്സിലൂടെ തന്നെ കാണാൻ എന്ത് രസമാണ്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് ബുർജ് ഖലീഫ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ യാത്ര. അപ്പോൾ ഇപ്പോൾ അതിമനോഹരമായിരിക്കുന്നു ആ യാത്ര. അപ്പോൾ നമ്മൾക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട്. പക്ഷേ നമ്മളുടെ വീഡിയോ കാണുന്നത് ആരും തന്നെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലീസ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അനേബിൾ ചെയ്യണം. കൂടെ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം കേട്ടോ. സൺഡേ ഒരു ഈവനിങ്ങിലായിരുന്നു നമ്മുടെ യാത്ര കേട്ടോ. അപ്പം നൈറ്റിലേക്കാണ് നമുക്ക് ബുർജ് ഖലീഫയുടെ അവിടെ എത്തേണ്ടത്. കാരണം നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അപ്പം നമ്മൾ ഈ ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ നമ്മൾ ബുർജ് ഖലീഫ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരുപാട് ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് ബുർജ് ഖലീഫയുടെ അടുത്തോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ. നമ്മളിപ്പോൾ ഈ പോകുന്ന സ്ഥലം ഉണ്ടല്ലോ, കുറേ ദൂരം യാത്ര ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് അവിടെ എത്തിപ്പെടാൻ. ഇപ്പം നമ്മൾ ആ വഴിയിലൂടെ എല്ലാം യാത്ര ചെയ്ത് വന്നു. ഇപ്പം നമ്മൾ ദുബായ് മാളിലേക്കാണ് കയറിയിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് കയറുന്ന സ്ഥലം നമ്മൾ ദുബായ് മാളിലേക്കാണ്. അപ്പോൾ ദുബായ് മാളിൽ കണ്ടില്ലേ, ഒരുപാട് സ്പേസ്, ഒരുപാട് സ്ഥലം. എന്താ പറയുക, എങ്ങനെ പറയണ്ടേ, അടിപൊളി എന്ന് മാത്രമല്ലാണ്ട് എന്താ പറയുക ഇതിനൊക്കെ. കണ്ണൊക്കെ ചിമ്മിപ്പോണല്ലേ ലൈറ്റിൻ്റെ. അപ്പോൾ അതേ ഇവിടെ ഇങ്ങനെ കുറേ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് സ്പേസുകളുണ്ട്. ഒരുപാട് സ്പേസ് എന്ന് വെച്ചാൽ ഒരുപാട്. ഈ താഴത്തെ നിലയിൽ തന്നെ ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്കിതൊന്നും ഫുള്ളായിട്ട് കവർ ചെയ്ത് പോകാനുള്ള സമയമില്ല ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സുകളാണ്, ഇതെൻ്റെ കസിനാണ്. അപ്പോൾ നമ്മൾ ഹൈമാൾ കണ്ടതിന് ശേഷം വേണം നമുക്ക് ബുർജ് ഖലീഫയുടെ അടുത്തോട്ട് എത്താൻ. അപ്പം ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും ദുബായിലുള്ളവർ ഇത് മിസ് ചെയ്യാതെ കാണണം. എന്താ പറയുക, അടിപൊളിയായൊരു സ്ഥലമാണ്. അപ്പോൾ ഇത് മിസ് ചെയ്യാതെ നിങ്ങൾ കാണണം. ദുബായിൽ വന്നവർ എന്തായാലും മിസ് ചെയ്യാതെ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ദുബായ് മാളിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വെറൈറ്റി വൈബാണ് കേട്ടോ ഇവിടെ. നിങ്ങൾ ഈ ജംബയിലുള്ള സ്റ്റാച്യൂസിനെ ശ്രദ്ധിച്ചായിരുന്നു? അവരുടെ പുറകിൽ ഒരുപാട് ഹിസ്റ്ററി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ടൈം ഔട്ടായി, അവിടുത്തെ പ്രോഗ്രാം തുടങ്ങിക്കാണും. ഇപ്പം നമ്മൾ പോകുന്നത് നേരെ ബുർജ് ഖലീഫ. അപ്പം നമ്മൾ കുറച്ച് ലേറ്റായി പോയിട്ടോ. അവരെ അങ്ങ് സ്പീഡായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അപ്പോഴേക്കും പ്രോഗ്രാംസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ ബുർജ് ഖലീഫയുടെ തൊട്ടടുത്തായിട്ടുള്ള ഫൗണ്ടൻ ഏരിയയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ. ഇതാണ് നമ്മൾ കാത്തിരുന്ന ഷോ. നീയാണില്ലേ വെള്ളച്ചാട്ടം, ഇതൊക്കെ ആയിട്ട് അടിപൊളി ഷോ ആയിരുന്നു. നല്ല ഇഷ്ടമായി കാണാനും.
ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇറ്റ്സ് മീ ഋഷി സൈനിങ് ഓഫ്. ബൈ.